ദ മിസ്റ്ററി ഓഫ് ഇൻസ്പൈറേഷൻ. പ്രചോദനം എവിടെ നിന്നാണ് വരുന്നത്? ഒരു കവി മനോഹരമായ കവിത എഴുതുന്നു. ഒരു ശാസ്ത്രജ്ഞന് പെട്ടെന്ന് ഒരു പുതിയ ആശയം ലഭിക്കുന്നു. ഒരു സംഗീതജ്ഞൻ്റെ ഹൃദയത്തിൽ പുതിയൊരു രാഗം വിരിയുന്നു. ഒരു ആത്മീയ ഗുരു മനുഷ്യരാശിയെ ഉണർത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നു. ഒരു ചോദ്യം: ഈ പ്രചോദനം എവിടെ നിന്നാണ് വരുന്നത്? പുരാതന ജ്ഞാനികൾ പറയുന്നത് മനസ്സ് ഒരു റേഡിയോ പോലെയാണ്. അത് ശാന്തവും നിർമ്മലവുമായിരിക്കുമ്പോൾ ഉയർന്ന ബോധത്തിൻ്റെ സൂക്ഷ്മമായ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ പ്രചോദനം ഉണ്ടാക്കുന്നതല്ല, സ്വീകരിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഒരു ചെറിയ കുയിൽ എല്ലാ ദിവസവും പാടാൻ ശ്രമിച്ചു. അത് മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിച്ചു. പക്ഷേ അതിൻ്റെ പാട്ടിൽ സന്തോഷമുണ്ടായിരുന്നില്ല. ഒരു ദിവസം അത് ഒരു വലിയ അരയാലിൻ്റെ കൊമ്പിൽ നിശബ്ദനായിരുന്നു. പ്രഭാത സൂര്യൻ ഉദിച്ചു. കാറ്റ് മൃദുവായി വീശി. ആ നിമിഷം അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പുതിയ ഗാനമൊഴുകി. അത് മറ്റാരുടെയും പാട്ടല്ലായിരുന്നു, അതിൻ്റെ സ്വന്തം സംഗീതമായിരുന്നു. അരയാൽ മൃദുവായി പറഞ്ഞു, നിശബ്ദതയാണ് നിൻ്റെ യഥാർത്ഥ സംഗീതത്തെ ഉണർത്തിയത്. അതെ, അതിൻ്റെ ആത്മീയ രഹസ്യം മഹത്തായ ചിന്തകൾ, മഹത്തായ കലകൾ, മഹത്തായ സേവനം അഹങ്കാരത്തിൽ നിന്നും ജനിക്കുന്നില്ല. അവ ഉയർന്ന ബോധവുമായി യോജിക്കുന്ന നിമിഷങ്ങളിൽ വിരിയുന്നു. അതുകൊണ്ടാണ് മഹാന്മാർ ആദ്യം മനസ്സിനെ ശാന്തമാക്കിയത്. ഇതിലെ ജീവിത പാഠം എന്താണ്? പ്രചോദനം തേടി ഓടരുത്. സ്വയം ശാന്തനാകൂ, സ്വയം നിർമ്മലനാകൂ, സ്വയം സേവന മനോഭാവമുള്ളവനാകൂ. അപ്പോൾ ജീവിതം തന്നെ നിങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങും. പ്രചോദനം തേടി നാം ഓടേണ്ടതില്ല. സ്വയം ശാന്തനാകുക, സ്വയം നിർമ്മലനാകുക, സ്വയം സേവന മനോഭാവമുള്ളവനാകുക. അപ്പോൾ ജീവിതം തന്നെ നിങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങും. ഒരു ചെറിയ അഭ്യാസം: ഇന്ന് വൈകുന്നേരം 5 മിനിറ്റ് നിശബ്ദമായി ഇരിക്കൂ. ഒരു ചോദ്യം മാത്രം മനസ്സിൽ കരുതൂ. ഇന്ന് ജീവിതം എന്നെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് ജീവിതം എന്നെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉടൻ ഉത്തരം പ്രതീക്ഷിക്കരുത്. കേൾക്കാനായി ശ്രമിക്കൂ, കേൾക്കാനായി പഠിക്കൂ, ശാന്തമായിരിക്കൂ. മഹത്തായ പ്രചോദനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ശാന്തമായ ഹൃദയങ്ങളിൽ അവ സ്വീകരിക്കപ്പെടുന്നു. മഹത്തായ പ്രചോദനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, അവ ശാന്തമായ ഹൃദയങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നു. ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും സീനിയർ ഇൻസ്ട്രക്ടർ, പ്രാണവിദ്യ സ്കൂൾ ഓഫ് ഹീലിംഗ് സയൻസസ്. മൈ മാസ്റ്റർ മഹാത്മാ ചോക്കോക്സുയി.